ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ രേവതി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തും അമ്മയെ. അപ്പോൾ സച്ചേട്ടനും അരുണും തമ്മിൽ പലവട്ടം പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സച്ചേട്ടൻ്റെ കണ്ണിൽ അരുൺ മോശക്കാരനായിരിക്കാം. എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ദേവുവിന് അവൻ നല്ലവനാണെന്നും അതൊന്നും വെറുതെ പറയുന്നതല്ല എന്നും രേവതി പറയുന്നു കേട്ടോ. ദേവു നിന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ അവൾ നന്നായി മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ അഭിപ്രായമല്ല നമ്മൾ നോക്കേണ്ടത്, ഇവളുടെ അഭിപ്രായമാണെന്ന് രേവതി അന്നേരം പറഞ്ഞു. പിന്നെ ഇവൾക്ക് ആ പോലീസുകാരനെ ഇഷ്ടമാണ്. അപ്പോഴെല്ലാം അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ. രണ്ടുപേരും കുറച്ച് നാളായിട്ട് സ്നേഹത്തിലാണെന്നും ഇനി നമ്മൾ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് വേണ്ടതെന്നും രേവതി പറയുന്നു. അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ഇവളെ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കരുതെന്ന് സച്ചി പറയുന്നതെന്ന് പറയണം അമ്മ. അപ്പം സച്ചി അവനെ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് പറയുമ്പം എൻ്റെ അമ്മേ, അത് സച്ചിയേട്ടൻ പെട്ടെന്ന് അരുണിനെ കണ്ടതിൻ്റെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതാ. അമ്മ അത് ഏറ്റുപിടിച്ചിട്ട് ഇവളിങ്ങനെ കരയിക്കല്ലേ എന്ന് രേവതി അന്നേരം പറഞ്ഞു. അങ്ങനെ രേവതി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ഇതിനുള്ളൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിനെ നീ തിരുത്താൻ നോക്കണ്ട, നല്ലതും ചീത്തയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ സച്ചിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറയാം. എനിക്ക് വലുതെൻ്റെ സച്ചിമോനാണെന്നും പറഞ്ഞ് ഈ വീട്ടിൽ അവൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും നടക്കാൻ പാടില്ല എന്നും അമ്മ പറയുവാണ്. അപ്പോൾ സച്ചിയുടെ ഇഷ്ടം തന്നെ എനിക്ക് വലുതെന്നും അവനാണ് ആ പോലീസുകാരനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇത് നടക്കില്ല, ഇവൾക്ക് ചേരുന്നവനല്ല എന്നാണ് എൻ്റെ സച്ചി പറയുന്നതെന്ന് പറയുമ്പോൾ ദേവു ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നോക്കുക കേട്ടോ. അതുകൊണ്ട് ഈ കല്യാണം ഞങ്ങളുടെ സമ്മതത്തോടെ നടക്കില്ല എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രേവതി അന്നേരം അമ്മേ എനിക്ക് അരുണേട്ടനെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ മിണ്ടി പോകരുത്, നീ ഒന്നും പറയണ്ടെന്നായി. നിനക്ക് പറയാനുള്ളത് എന്താണെന്നൊക്കെ എനിക്കറിയാം, എനിക്കത് കേൾക്കണ്ടെന്നായി അമ്മ. നീ അവനെ മറന്നേക്കാനും പറഞ്ഞു. ഈ വീട്ടിൽ അച്ഛനില്ലാത്ത കുറവ് നികത്തിയത് സച്ചിയാണെന്ന കാര്യം പറയുന്നു അമ്മ എന്നും പറഞ്ഞ് രേവതി. അമ്മ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേവു അവിടെ നിന്നും ചങ്കിനടിച്ച് കരയുക. നിന്നെ അവന് കല്യാണം കഴിച്ച് കൊടുക്കാത്തത് കൊണ്ട് സച്ചിക്ക് എന്ത് നേട്ടമാണ് ഉള്ളതെന്ന കാര്യമൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. പിന്നെ നിന്റെ ജീവിതം നന്നാവണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന കാര്യവും പറഞ്ഞു. ദേവുവിനെ പറയാൻ സമ്മതിക്കുന്നുമില്ല. സച്ചിയെ വിശ്വസിക്കാൻ എനിക്ക് പല കാരണങ്ങളുണ്ടെന്നും അതാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും അമ്മ പറയാം. അവൻ ഇതുവരെ ഈ കുടുംബത്തിന് ദോഷം വരുന്ന ഒരു തീരുമാനങ്ങൾ പോലും എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ ഉള്ളിലുള്ളതെല്ലാം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഈ ഒരു കാര്യം നടക്കില്ല എന്ന് കട്ടായം രേവതിയോടും ദേവുവിനോടും പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയം അമ്മ പറഞ്ഞത് ശരിയാ, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാമാണ് സച്ചിയേട്ടൻ എന്ന് ശരത്തും പറഞ്ഞു കേട്ടോ. അപ്പോൾ രേവതിയും ദേവും ധർമ്മസങ്കടത്തിലായി. അപ്പോൾ എൻ്റെ കാര്യത്തിലും അദ്ദേഹം എടുത്ത തീരുമാനമായിരുന്നില്ലേ ചേച്ചി ശരി, അതുപോലെ തന്നെയാണ് ഇതും. നല്ലതിന് വേണ്ടിയാണ് സച്ചിയേട്ടൻ പറയുന്നതെന്ന് ശരത്തും പറഞ്ഞു. അങ്ങനെ ശരത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് സച്ചിയേട്ടന് ഇത് ഇഷ്ടമല്ലെങ്കിൽ ഇതങ്ങ് വിട്ടേക്ക് ചേച്ചിയെന്നും പറഞ്ഞ് നമ്മുടെ ശരത്തും അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ ദേവു ഭയങ്കര കരച്ചില്ല. ഈ സമയം നമ്മുടെ രേവതി ചെന്ന് ഡോറ് കുറ്റിയിട്ടിട്ട് ദേവുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തെ മറന്ന് ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു ഭയങ്കര കരച്ചില്ല. അദ്ദേഹം നല്ലവനാണെന്നും സച്ചേട്ടനും നന്നായിട്ട് അറിയാവുന്നതുപോലെ എന്ന് പറയുന്നൊന്നും അല്ല, ഞാൻ മനസ്സിലാക്കിയതുപോലെ അദ്ദേഹത്തെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ദേവു ഭയങ്കര കരച്ചിലാട്ടോ. അരുണിന് സച്ചേട്ടനോട് പകയും ദേഷ്യവും ഒക്കെ ഉണ്ട്. ഒരു കാര്യമില്ലാതെ സച്ചേട്ടൻ്റെ കാറ് പിടിച്ചുകൊണ്ട് പോയി കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കാൻ വരെ നോക്കിയെന്ന കാര്യവും രേവതി പറയുവാണ്. അന്ന് സച്ചേട്ടൻ്റെ കൂടെ ഞാനും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതാ. എന്തൊക്കെയാണ് അരുൺ ചെയ്തതെന്ന് അറിയുമോ? ആ സച്ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അരുൺ അത്രയും നല്ലവനല്ല എന്ന് രേവതി പറയുമ്പോൾ ചേച്ചി ഒരു പോലീസുകാരനാകുമ്പോൾ പല പ്രശ്നങ്ങളിലും ഇടപെടേണ്ടി വരും, അപ്പോൾ ഒരുപാട് ശത്രുക്കളും ഒക്കെ ഉണ്ടാകുമെന്നും എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ദേവ് ചോദിക്കുക. പലരുമായിട്ട് പ്രശ്നങ്ങളും വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ അദ്ദേഹം വളരെ മോശക്കാരനായിരിക്കുമെന്നും പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അങ്ങനെയല്ല എന്ന് ദേവ് രേവതിയോട് പറഞ്ഞു. അപ്പം ഞങ്ങളെ അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യവും പറയാം. സച്ചേട്ടനെ കുറിച്ചും അങ്ങനെയൊക്കെ തന്നെ പറയാറില്ലേന്ന് ചോദിച്ചു. അപ്പോൾ റൗഡി, കുടിയൻ അപ്പോൾ എന്നൊക്കെ ആളുകൾ സച്ചേട്ടനെ വിളിക്കാറില്ലേന്ന് ചോദിച്ചു. പക്ഷെ സച്ചേട്ടൻ അങ്ങനെയാണോ? നമ്മുടെ സച്ചേട്ടൻ അങ്ങനെയാണോ ചേച്ചി? നല്ലവനല്ലേ എന്ന് ദേവ് ചോദിച്ചു. കുടുംബത്തോടും ചേച്ചിയോടൊക്കെ സ്നേഹമുള്ളവനല്ലേ എന്ന് ചോദിച്ചു. ചേച്ചി അരുണേട്ടനും അങ്ങനെ തന്നെയാണെന്ന കാര്യം നമ്മുടെ ദേവു രേവതിയോട് പറയാം. ഞാൻ ഇന്നലെ ഇവിടെ വെച്ച് ചേച്ചിയോട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ അദ്ദേഹത്തെ നല്ലവനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. വേറെ ആരും അല്ലെങ്കിൽ ഇവരാരും പറയുന്നത് പോലെയൊന്നും അല്ല ചേച്ചി അദ്ദേഹം എന്ന് പറഞ്ഞപ്പം സച്ചേട്ടൻ പറയുന്നത് ശരിയാണ്, ഇപ്പോൾ നീ പറയുന്നതും ശരിയാ.
ഇതിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ദേവുവിൻ്റെ ജീവിതം കണ്ണുനീരിലാകും, അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല. നീ ദേവുവിനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ടാ സച്ചേട്ടൻ അമ്പലത്തിൽ നിന്ന് പോയതെന്ന കാര്യം പറയാ രേവതി. പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണത്തിൻ്റെ വക്കുവരെ എത്തിയ നിങ്ങളോട് പരസ്പരം മറക്കണം, ഈ കല്യാണം നടക്കില്ല എന്ന് പറയാനുള്ള ശക്തിയൊന്നും എനിക്കില്ല എന്ന് രേവതി പറയണം. അങ്ങനെ മൊത്തത്തിൽ ധർമ്മസങ്കടത്തിലായി രേവതി. ഇവിടേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാനൊന്നും സംസാരിക്കാതിരുന്നതും അതുകൊണ്ടാണെന്നും ഉപദേശിച്ച് നിന്റെ മനസ്സ് മാറ്റണമെന്ന് എനിക്ക് തോന്നിയില്ല എന്നും രേവതി പറയുവാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പെണ്ണിനുണ്ട്. അതുപോലെ തന്നെ സ്വന്തം മകളെ അല്ലെങ്കിൽ സഹോദരിയെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്നുള്ളൊരാഗ്രഹം അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുമെന്ന് രേവതി ദേവുവിനോട് പറയുക. അവരെ തെറ്റു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ രേവതി ദേവുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാലമായിട്ടും ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല, ആരെ കൊണ്ടൊന്നും പറയിപ്പിച്ചിട്ടുമില്ല, ഇത് മാത്രമേ ഞാൻ ചേച്ചിയോട് ആവശ്യപ്പെടുന്നുള്ളൂ, എനിക്ക് അരുണേട്ടൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായി ദേവു. അപ്പോൾ നീ സങ്കടപ്പെടല്ലേ, ഞാൻ അവരുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ രേവതി ദേവുവിനെ. ഇത് കഴിഞ്ഞ് പിന്നെ സച്ചി വീട്ടിൽ വന്ന് അരുണിനെ കണ്ട കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കയറി വന്നിട്ട് സച്ചേട്ടൻ എന്തിനാ എൻ്റെ വീട്ടിൽ പോയത് എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അത് നിൻ്റെ മാത്രം വീടല്ലല്ലോ, എൻ്റെ കൂടെ വീടല്ലേ എന്ന് സച്ചി ചോദിച്ചു. ഞാനവിടെ പോയാൽ നിനക്കെന്താ? പോയതല്ല ഇപ്പോൾ വിഷയം, എന്തിനാ അമ്മയോട് പോയി എല്ലാം വിളിച്ചു പറഞ്ഞത്? പിന്നെ നിൻ്റെ അമ്മയോട് അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങളോട് പോയി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു സച്ചി. എന്നെ അവരുടെ മൂത്ത മോനായിട്ട് അവർ കരുതുന്നത്. ദേവ് എൻ്റെ പെങ്ങള് കൂടിയാണ്, അവളുടെ കാര്യം അമ്മയോടല്ലാണ്ട് പിന്നെ വേറെ ആരോടാണ് ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ചു സച്ചിയെ. ഞാനെന്താ വലിയ തെറ്റ് ചെയ്തതുപോലെയാണല്ലോ നീ ഇപ്പോൾ പറയുന്നത്? അന്നേരം സച്ചേട്ട ആദ്യം നമ്മൾ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനം എടുക്കണമായിരുന്നു, അതിനുശേഷം അമ്മയോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് രേവതി സച്ചിയോട് പറയാം. സച്ചേട്ടൻ ഈ എടുത്തു ചാടി സംസാരിച്ചത് ശരിയായില്ല എന്ന് തന്നെ പറഞ്ഞു. അന്നേരം രേവതി, എനിക്ക് നിന്നെപ്പോലെ അളന്ന് മുറിച്ച് കണക്ക് കൂട്ടി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് ഞാൻ അപ്പോൾ പറയും. നിനക്കെൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു സച്ചിയെ. അല്ലെങ്കിൽ ഈ വിഷയം ആദ്യം അറിയേണ്ടത് അമ്മ തന്നെയല്ലേ, അവരല്ലേ അവളെ കഷ്ടപ്പെടുത്തി വളർത്തിയത്, അപ്പോൾ പിന്നെ അമ്മയല്ലേ അറിയേണ്ടത്? അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നോക്കിക്കൊള്ളുമായിരുന്നല്ല. നാളെ ദേവുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ അമ്മ എന്ത് ചെയ്യുമെന്ന് സച്ചി ചോദിക്കുക. പിന്നെ എൻ്റെ കുടുംബമാണത്, ദേവു എൻ്റെ അനിയത്തിയാണ്, അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവൾ കണ്ടെത്തിയത് നല്ലൊരുത്തനെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്, അവൻ വെറും ഒരു ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയാം കേട്ടോ. അവൻ നമ്മുടെ ദേവുവിനെ കെട്ടിയാൽ അവളുടെ ഭാവി എന്താകും, അവളുടെ ജീവിതം അതോടെ അവസാനിച്ച് പോകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി ഇന്നും ഉണ്ടെന്ന് കേൾക്കും കേട്ടോ. ദേവുവിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വപ്നമല്ലേ രേവതി, നീ എന്താ അത് മനസ്സിലാക്കാത്ത? അവൾക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ എന്നാലും ഒരു ചെക്കനെ ഞാൻ കണ്ടെത്തുമെന്ന് സച്ചി. ആഘോഷമായിട്ട് ഈ ഏട്ടൻ അവളുടെ കല്യാണം നടത്തത്തില്ലേ എന്ന് ചോദിച്ചു. പിന്നെ നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നൊന്നും പറയാത്ത എന്താണെന്ന് ചോദിച്ചു. നീ പേടിക്കൊന്നും വേണ്ട, നോക്ക് എന്നെപ്പോലെ ഒരുത്തനെ ആയിരിക്കില്ല ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്തുക, നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെയുള്ള അവൾക്ക് ചേരുന്ന പയ്യനെ തന്നെ ഞാൻ കണ്ടെത്തുമെന്നൊക്കെ പറയുമ്പം അതിനെ സച്ചേട്ടന് എന്താ ഒരു കുറവുള്ളതെന്ന് രേവതി ചോദിച്ചു. സച്ചേട്ടനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ സന്തോഷത്തോടെ തന്നെ കഴിയുന്നില്ലേ എന്ന് രേവതി ചോദിക്കാം. സച്ചേട്ടാ, അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ അവൾ നമുക്ക് കാണിച്ചു തന്നു, നമുക്ക് ഇഷ്ടമുള്ള ആളെ അല്ല, അവൾക്ക് ഇഷ്ടമുള്ള ആളെ അല്ലേ അവൾ കല്യാണം കഴിക്കേണ്ടതെന്ന് രേവതി ചോദിക്കാം. മനസ്സിന് ഇഷ്ടപ്പെട്ട ആളിനെ കല്യാണം കഴിച്ചാലേ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് രേവതി പറയുമ്പോൾ അതിന് നീ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു സച്ചിയെ. എൻ്റെ സച്ചിയേട്ടാ, അത് വേറെ ഇത് വേറെ, ഞാൻ ആരെയും മനസ്സിൽ കണ്ടിട്ടില്ല, പ്രണയിച്ചിട്ടുമില്ല. പിന്നെ പക്ഷേ അവളൊരാളെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, പ്രണയിക്കുന്നുമുണ്ട് മനസ്സ് നിറഞ്ഞ്. അപ്പോൾ അവളെ വേറെ കല്യാണത്തിന് സമ്മതിപ്പിക്കുക വേണ്ടത് രേവതി, അല്ലാതെ ഇതല്ല. കാരണം എങ്ങനെയുള്ള ഒരുത്തനാണെന്ന് എനിക്കറിയാമല്ലോ, വല്ലാത്തൊരു മനസ്സാണ് അവൻ്റേത്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവൻ അവനെന്ന കാര്യം പറഞ്ഞ് എന്നെ ദ്രോഹിച്ചത് നീ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. നാളെ കല്യാണം കഴിഞ്ഞാൽ അവളെ ദ്രോഹിക്കില്ലേ എന്ന് ചോദിച്ചു. സന്തോഷത്തോടെ അവൾക്ക് അവനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല രേവതി, അവൾക്ക് കരയേണ്ടി വരുമെന്ന് സച്ചി ആണായിട്ട് പറയാം. അതുകൊണ്ട് ഈ ബന്ധം വേണ്ടെന്ന് ഞാൻ പറയുന്നതെന്നും പറഞ്ഞു. അന്നേരം എൻ്റെ സച്ചിയേട്ടാ, അവൾക്ക് അവനെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആ പാവം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് രേവതി പറയണം. നമ്മൾ എന്തിനാ വെറുതെ അതിന് തടസ്സം നിൽക്കുന്നേ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അല്ലെങ്കിലും സച്ചേട്ടനല്ലല്ലോ, അവളല്ലേ അവൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. അവൾ സന്തോഷത്തോടെ ജീവിക്കേണ്ട രേവതി, അവൻ്റെ കൂടെ അതിന് പറ്റില്ല എന്ന് പറയുമ്പോൾ ദേവ് പറയുന്നത് അദ്ദേഹം നല്ലവനാണെന്നാണെന്ന് പറയുന്നു രേവതി. നല്ലവൻ? എന്ത് നല്ലവൻ? എവിടുത്തെ നല്ലവൻ? അവൻ എന്നോട് കാണിച്ചൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ, അതൊക്കെ നീ മറന്നോന്ന് ചോദിച്ചു സച്ചി. നല്ലവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അതിനവൻ മാത്രമല്ലല്ലോ, സച്ചേട്ടനും ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. അവൻ്റെ ഭാഗത്ത് മാത്രമല്ല സച്ചേട്ടൻ്റെ ഭാഗത്തും തെറ്റില്ലേ എന്ന് ചോദിച്ചു. ഞാനും തെറ്റ് ചെയ്തെന്നു, ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും നീ എൻ്റെ കൂടെ നിൽക്കാതെ നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് സച്ചി രേവതിയോട് ചോദിക്കാം. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കി. അപ്പോൾ സച്ചി പൊടിക്കോ ഒതുങ്ങി. രേവതി,
നമ്മുടെ ദേവന് നല്ലൊരു ജീവിതം വേണം, അതുകൊണ്ടാണ് ഈ ബന്ധം വേണ്ടാന്ന് ഞാൻ പറയണേന്ന് പറഞ്ഞു. പിന്നെ നീ ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക, മനസ്സിലാക്കുക. അരുണുമായിട്ടുള്ള ബന്ധം നീ അത് ഉപേക്ഷിക്കാൻ ദേവുവിനോട് പറഞ്ഞേ പറ്റുള്ളൂ. അവരുടെ കല്യാണം നടക്കത്തില്ല എന്ന് സച്ചി. ഞാൻ സമ്മതിക്കില്ല അതിനെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒറ്റക്കാലേ തന്നെ നിൽക്കും. അപ്പോൾ രേവതി ഉള്ള കാര്യം പറയാണ്. അപ്പോൾ ഈ കല്യാണം നടന്നാൽ സച്ചി അല്ല ഉപേക്ഷിക്കും, പിന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടില്ല എന്നും പറഞ്ഞുകൊണ്ട് പറയുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ദേവുവിനെ കാണിക്കുന്നത്. ദേവു ആണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ അമ്മ തൊട്ടരികിൽ നിൽപ്പുണ്ട്. അപ്പോൾ ദേവുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ദേവു ഫോൺ എടുക്കുന്നില്ല. ഭയങ്കര കരച്ചിലാണ് ദേവു അവിടെ ഇരുന്ന്. അരുൺ കിടന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്, ഫോൺ എടുക്കുന്നുമില്ല. അപ്പോൾ അമ്മ തൊട്ടരികിൽ നിൽക്കുന്നത് കൊണ്ട് ദേവുവിന് ഫോൺ എടുക്കാനും പറ്റില്ല. ദേവു ഫോൺ എടുക്കാതെ ഇരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്ക് അരുണിന് ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തും സച്ചിയും അതുപോലെ സുധിയും കൂടെ മുകളിൽ ടെറസിൽ പോയിരുന്ന ചെറിയ ബിയറൊക്കെ കഴിച്ചിരുന്ന് സംസാരിക്കാൻ. രേവതി എടുത്ത് എങ്ങനെ ഇങ്ങോട്ട് വരുമോയെന്ന് ചോദിച്ചു. അവൾ വരാൻ സാധ്യതയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഇപ്പോഴും ആലോചിക്കുന്നത് എന്താ നീ ആലോചിക്കുന്നത്? അല്ല, കല്യാണമേ കഴിക്കണ്ടായിരുന്നു എന്ന്. അപ്പോൾ ശ്രീകാന്ത് ഇത് പറഞ്ഞപ്പോഴത്തേക്കും സുധി ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കുക. അപ്പോൾ അവൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ അത് അനുസരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാകും. ഇതൊരു അവസ്ഥ ഇതാ, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് കല്യാണം കഴിക്കാമെന്ന് അവൾ പറഞ്ഞപ്പോൾ തന്നെ മാടിനെ പോലെ തലയാട്ടി കൊളുത്തിയാൻ. അന്ന് തൊട്ട് എൻ്റെ ഫ്രീഡം മൊത്തം പോയതാണെന്ന് പറഞ്ഞു. ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലക്കിട്ടിരിക്കാം. ആ പോലീസുകാരൻ ആൾ ശരിയല്ല, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെയും സുധിയുടെയും മുന്നിലിരുന്ന് സച്ചി പറയുമ്പോൾ പോലീസുകാരനോ അപ്പോൾ ഈഗയാണ് അവൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി ഇങ്ങനെ ഇവരോട് വിവരം പറയാം. അപ്പോൾ നമുക്ക് 1-2 ദിവസം വഴക്ക് കൂടി പിണങ്ങി നിൽക്കാനൊക്കെ കഴിയും, എന്നാൽ കുറേ കാലം കാണാതെ മിണ്ടാതെ ഇരിക്കുന്നതൊന്നും ശരിയൊന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി സുധിയോട് പറയാട്ടോ. എടാ, നിൻ്റെ പ്രശ്നം എന്താണെന്ന് ശ്രീകാന്തിനോട് ചോദിച്ചു. അതുപിന്നെ സച്ചിയേട്ടാ, ഇനി അവിടെ പ്രിയയുടെ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോകരുതെന്നാണ് വർഷ പറയുന്നതെന്ന് പറഞ്ഞു. അവൾക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് അവൾ പറയുന്നത്. അതിനൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല അറിയാലോ. അത് പറയാ അവളുടെ അച്ഛൻ്റെ അടുത്തൊന്ന് വാങ്ങണം എന്ന്. അത് ശരിയായ കാര്യമാണോ സച്ചേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ സച്ചിയോട് അഭിപ്രായം ചോദിക്കാം. എനിക്കിതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ 1-2 പറഞ്ഞ് പേടാടാ അല്ലെങ്കിൽ തന്നെ അമ്മായച്ചനോട് കാശ് മേടിക്കുന്നില്ല എന്താ തെറ്റെന്ന് സുധി ചോദിച്ചു. കുഴപ്പമുണ്ട്, മൊത്തം കുഴപ്പമാണെന്ന് നമ്മുടെ ശ്രീകാന്ത്. അത് കേട്ടപ്പം എടാ ഇതൊരു അഭിമാന പ്രശ്നമല്ലേന്ന് ചോദിച്ചു സച്ചി. ഇതില്ല, ഞാൻ നിൻ്റെ ഭാഗത്താണ്, പക്ഷേ അതിൻ്റെ പേരിൽ വർഷോട് വഴക്കിടാനൊന്നും നിൽക്കരുത് കേട്ടോ. ഈ സമയത്ത് അവരുടെ മനസ്സ് വേദനിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാനങ്ങനെ ഷാർപ്പായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല, ദേവു ആരെയോ പ്രണയിക്കുന്നുണ്ട്, അതല്ലേ സച്ചേട്ടൻ്റെ പ്രശ്നം എന്ന് ശ്രീകാന്ത് ചോദിച്ചു. എടാ, അത് പിന്നെ അവൾ ആരെങ്കിലും പ്രേമിക്കട്ടെ, അതിന് നിനക്കെന്നാ കുഴപ്പമെന്ന് ചോദിച്ചു സുധി. നീ എന്തിനാ അതിലൊക്കെ തലയിടാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എടാ അവളെ എൻ്റെ അനിയത്തിയാ, ഒരു ഫ്രോഡിനെ അവളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് സച്ചി ഇങ്ങനെ ഇവരോട് ചോദിച്ചു. അതിനുശേഷം പിന്നെ അവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സച്ചി ഇവരോട് പറയാം. അവനെ കല്യാണം കഴിച്ചാൽ ദേവുവിൻ്റെ ജീവിതം അതോടുകൂടി ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിന്നെ ഉണ്ടല്ലോ, നിന്നെ എന്നാ ചെയ്യേണ്ടത്? രേവതി ആയതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്നെ എന്നേ ഉപേക്ഷിച്ച് പോയേനെ എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അവിടെ നിന്ന് പറയുവാണേ. അങ്ങനെ ഇവർ ഈ കാര്യവും സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പം ശ്രുതിയേട്ടത്തി എങ്ങാനും ഇനി വേറെ ആരുടെയും കൂടെ പോയി എന്നെ ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് നിൻ്റെ ഇടയ്ക്ക് നീ മിണ്ടായിരിക്കടാ എന്നും പറഞ്ഞുകൊണ്ടായി. പിന്നെ സുധി അല്ലെങ്കിൽ തന്നെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് വെച്ചേക്കോ, അതിൻ്റെ കൂടുതൽ നീയും കൂടെ ഓരോന്ന് പറയടാ എന്നും പറഞ്ഞുകൊണ്ട് സുധി ശ്രീകാന്തിനോട് വഴക്കുണ്ടാക്കി. അതിനുശേഷം ഇവരിരുന്ന് ബീർ കഴിച്ചുകൊണ്ടിരിക്കുക. സുധിയാണെങ്കിൽ ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ ആയിട്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞു, രാവിലെയായി. സച്ചി ഇങ്ങനെ അവിടെ നിന്ന് മൊബൈലിൽ നോക്കുന്നു. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് കോള് വരുന്നു. അപ്പോൾ ഈ കോള് കണ്ടപ്പോൾ നമ്മുടെ രേവതി പതുക്കെ സച്ചി അറിയാതെ എടുക്കുക. പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദേവു ചേച്ചി അരുണേട്ടനും അമ്മയും ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം പറയാം. എൻ്റെ ഈശ്വരോ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നെഞ്ചത്ത് കൈയും പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.